നമ്മൾ ഇന്ന് മട്ടൺ പെരളനാണ് വെക്കാൻ പോകുന്നത്. ഒരു 1.5 കിലോ മട്ടൺ എടുത്ത് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ സാധനങ്ങൾ: സവോള ഒരു 2 എണ്ണം വലുത് എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി ചെറുതാക്കി മുറിച്ചത് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി അതിനാവശ്യമായ പൊടികൾ: മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. നമുക്ക് തേങ്ങാപ്പാൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് കറി വരണ്ട് വരുമ്പോഴത്തേക്കും ഒഴിക്കാനായിട്ടുള്ളതാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വിനാഗിരി. ഇനി നമുക്കത് എങ്ങനെയാണ് മാറിനേറ്റ് ചെയ്തെന്ന് നോക്കാം. അത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. ബാക്കി നമുക്ക് പുരട്ടുമ്പോഴത്തേക്കും സവോളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ ചേർക്കാം. വിനാഗിരി ഒരു 2 സ്പൂണോളം വിനാഗിരി മതി. ഇനി നമുക്ക് നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ മാറിനേറ്റ് ചെയ്ത മട്ടണാണ്. അത് 1 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലൊരു 3 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്കത് വേവിച്ചെടുക്കാം. മട്ടൺ പെരളനുള്ള ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിനി സവോള വഴറ്റാം. എണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറേശ്ശെ ചേർത്താൽ മതി ഉപ്പ്. നമ്മൾ ഇറച്ചി ഉപ്പിട്ട് നല്ലപോലെ വേവിച്ചതാണ്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള പകുതിയോളം വഴന്നിട്ടുണ്ട്. നമുക്ക് ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി നല്ലപോലെ വഴറ്റാം. പച്ചമണം മാറുന്നിടം വരെ വഴറ്റുക. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നല്ലപോലെ വഴറ്റുക. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിത് നല്ലപോലെ പുരട്ടിയെടുക്കാം. ആ വെള്ളം എല്ലാം പറ്റി നല്ലപോലെ പുരണ്ട് വരുന്ന സമയത്ത് വേണം നമുക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലപോലെ പുരട്ടിയെടുക്കാം. ഇത് നമ്മൾ നല്ലപോലെ വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി. നമുക്കിതൊന്നും കൂടെ നല്ലപോലെ വരണ്ടു വരത്തക്ക രീതിയിൽ എടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ മട്ടൻ പെരളൻ റെഡിയായിട്ടുണ്ട്.